ഓം ശ്രീ സായിരാം. ലാല ലക്ഷ്മി ചന്ദ്, ഗുമസ്തൻ. ജോലി ആദ്യം റെയിൽവേയിൽ, പിന്നൊരു പ്രസ്സിൽ, ഒടുവിൽ മെസ്സേഴ്സ് റാലി ബ്രദേഴ്സിൽ. ഈ സമയത്താണ് അദ്ദേഹത്തിന് ബാബാ ദർശനത്തിനുള്ള വഴിയൊരുങ്ങിയത്. ഒരിക്കൽ ലക്ഷ്മിചന്ദ് ഒരു സ്വപ്നം കണ്ടു. താടിയുള്ളൊരു വൃദ്ധൻ, കണ്ടാലറിയാം മഹാത്മാവ് തന്നെ. ചുറ്റിനും ഭക്തന്മാർ ഭയഭക്തി വിശ്വാസത്തോടിരിക്കുന്നു. ഈ ദർശനത്തിന് ശേഷം 1-2 ദിവസം കഴിഞ്ഞു കാണും. അദ്ദേഹം സുഹൃത്തായ ദത്താത്രേയ മഞ്ജുനാഥ് ബിജൂറിൻ്റെ ഗൃഹത്തിൽ പോകാനിടയായി. അവിടെ അപ്പോൾ ദാസ് ജനുവിൻ്റെ കീർത്തനം നടക്കുന്നു. അലങ്കരിച്ച സ്ഥലത്ത് ബാബയുടെ ഫോട്ടോയും വെച്ചിട്ടുണ്ട്. ആ ചിത്രം കണ്ട് ലക്ഷ്മിചന്ദ് വിസ്മയിച്ചുപോയി. താൻ സ്വപ്നത്തിൽ കണ്ട അതേ രൂപം, കൈയും കാലും താടിയും എല്ലാം അങ്ങനെ തന്നെ ഇരിക്കുന്നു. ലക്ഷ്മിചന്ദിൻ്റെ മനസ്സ് ആർദ്രമായി, മിഴികൾ നിറഞ്ഞൊഴുകി. എനിക്ക് നേരിട്ടുള്ള ദർശനത്തിന് അനുഗ്രഹം ലഭിക്കണേ. അദ്ദേഹം മൗനമായി പ്രാർത്ഥിച്ചു. തനിക്കതിന് കഴിയുമെന്നും ലക്ഷ്മിചന്ദിന് തോന്നി. ഭക്തൻ ഭഗവാനെ കാണാൻ എത്ര കൊതിക്കുന്നുവോ അതിലേറെ ഭഗവാൻ ഭക്തദർശനത്തിനായും ആഗ്രഹിക്കുന്നുണ്ട്. അതെത്ര സത്യം. അന്ന് രാത്രി 8 മണിയോടെ ഒരു സുഹൃത്ത് ലക്ഷ്മിചന്ദിൻ്റെ വാതിലിൽ മുട്ടി. ലക്ഷ്മിചന്ദ് കതവ് തുറന്നു. സുഹൃത്തായ ശങ്കരറാവു. ശങ്കരറാവു ഷിർദിയിലേക്കുള്ള യാത്രയിലാണ്. ലക്ഷ്മിചന്ദിനെ കൂടി വിളിക്കാൻ വന്നതാണത്രേ. ഹാവ്! അത് കേട്ട് ഭക്തൻ കോരിത്തെരിച്ചുപോയി. പിന്നെ താമസിച്ചില്ല. ലക്ഷ്മിചന്ദ് യാത്രയ്ക്കൊരുങ്ങി. ഒരു ബന്ധുവിൽ നിന്നും 15 രൂപ കടം വാങ്ങി. യാത്രയ്ക്കിടയിൽ കണ്ട ഭക്തന്മാരോടെല്ലാം ലക്ഷ്മിചന്ദ് ബാബയെക്കുറിച്ച് തിരക്കി. ഓരോരുത്തരും പറഞ്ഞ കഥ വിസ്മയാവഹങ്ങളായിരുന്നു. ബാബയ്ക്ക് പേരയ്ക്ക വാങ്ങിക്കണമെന്ന് ലക്ഷ്മിചന്ദ് കരുതിയിരുന്നു. പക്ഷേ സുന്ദര ദൃശ്യങ്ങൾ കണ്ട് യാത്ര ചെയ്തപ്പോൾ അതെല്ലാം മറന്നുപോയി. അവർ കുതിരവണ്ടിയിൽ യാത്ര തുടങ്ങാറായപ്പോഴേക്കും ഒരു വൃദ്ധ കുട്ടയും തലയിലേന്തി ഓടി വരുന്നു. ആ കുട്ടയിൽ നിറയെ പേരയ്ക്ക. ലക്ഷ്മിചന്ദ് അതിൽ നിന്നും ഏറ്റവും നല്ല കുറേ പഴങ്ങൾ തിരഞ്ഞെടുത്തു. ശേഷിച്ച പേരയ്ക്ക ലക്ഷ്മിചന്ദിനെ ഏൽപ്പിച്ചുകൊണ്ട് അവർ പറഞ്ഞു, ദയവായി ഇതെനിക്ക് വേണ്ടി ബാബയ്ക്ക് നൽകുമോ? ഈ സംഭവങ്ങളെല്ലാം ഒന്നിനോടൊന്ന് ബന്ധപ്പെട്ട് കിടക്കുന്നതായി ലക്ഷ്മിചന്ദിന് തോന്നി. വൃദ്ധയ്ക്ക് ബാബയോടുള്ള താല്പര്യം കണ്ടപ്പോൾ അവർക്ക് ബാബയുമായി ബന്ധമുള്ളതായും ലക്ഷ്മിചന്ദ് നനച്ചു. ഏതായാലും അവർ ടോങ്കോയിൽ യാത്ര തുടർന്നു. അവർ ഷിർദിയിലെത്തി. മസ്ജിദിൽ പാറിപ്പറക്കുന്ന കൊടിക്കൂറ കണ്ടപ്പോഴേ അവരുടെ മനസ്സിൽ ആനന്ദം നിറഞ്ഞു. അവർ ഇരു കൈകളും കൂപ്പി തൊഴുതു. താമസിക്കാതെ പൂജാ സാമഗ്രികളുമായി ലക്ഷ്മിചന്ദും സുഹൃത്തും ദർശനത്തിനെത്തി. ദർശനം മാത്രയിൽ അദ്ദേഹത്തിൻ്റെ മിഴികൾ നിറഞ്ഞു. വികാരാവേശത്താൽ ശ്വാസം മുട്ടിപ്പോയി. കിട്ടിയ അവസരം ലക്ഷ്മിചന്ദ് പാഴാക്കിയില്ല. ശുദ്ധജലത്താൽ തൃപ്പാദം കഴുകി. ഫലമൂലാദികൾ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ചു. ചന്ദനത്തിരി കത്തിച്ചു. ദീപം ഒഴിഞ്ഞു. മനസ്സുകൊണ്ട് പ്രദക്ഷിണം ചെയ്തു. പൂമാല സമർപ്പിച്ച് പാദത്തിൽ കടന്നു പിടിച്ചരികിലിരുന്നു. വാത്സല്യപൂർവ്വം പക്ഷേ ഗൗരവം നടിച്ച് സായീശ്വരം പറഞ്ഞു, ബിരുദന്മാർ വഴിനീള ഭജന ചൊല്ലും, പക്ഷെ കാണുന്നവരോടൊക്കെ തിരക്കും. എന്തിനു മറ്റുള്ളവരോട് തിരക്കുന്നു? കണ്ണില്ലേ? നേരിട്ട് കാണണം. സ്വപ്നം ശരിയോ അല്ലയോ എന്ന് ആലോചിച്ചിട്ട് എന്ത് കാര്യം? സ്വയം കണ്ടറിഞ്ഞ് തീരുമാനിക്കുക. കടം വാങ്ങി ദർശനത്തിന് വരേണ്ട കാര്യമുണ്ടോ? ഏതായാലും ഹൃദയാഭിലാഷങ്ങൾ സാധിച്ചല്ലോ. ബാബയുടെ വാക്കുകൾ കുന്തമുന പോലെ ലക്ഷ്മിചന്ദിൻ്റെ പ്രേമാർദ്രമായ മനസ്സിൽ തറച്ചു കയറി. വഴിയിലുണ്ടായതെല്ലാം അവിടുന്ന് അറിഞ്ഞിരിക്കുന്നു. സായീശ്വരൻ സർവാന്തര്യാമി തന്നെ. ഏതായാലും കടം വാങ്ങി ഉത്സവം ആഘോഷിക്കുന്നതിലും തീർത്ഥാടനം ചെയ്യുന്നതിലും ബാബ സന്തുഷ്ടനല്ലെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. സായീശ്വരൻ്റെ ദർശന സ്പർശന സംഭാഷണാദികളിൽ ലക്ഷ്മിചന്ദ് ആഹ്ലാദമത്തനായി. അന്ന് പ്രസാദമായി കുറച്ച് ഗോതമ്പ് പായസം ലഭിച്ചു. പിറ്റേ ദിവസം ആഹാരസമയത്ത് ലക്ഷ്മിചന്ദ് ഗോതമ്പ് പായസം പ്രതീക്ഷിച്ചു. പക്ഷേ അത് എല്ലാ ദിവസവും ഉണ്ടാകാറില്ല. അടുത്ത ദിവസം മസ്ജിദിൽ ബാബയെ ദർശിക്കാനെത്തിയപ്പോൾ രസകരമായ സംഭവമുണ്ടായി. അന്ന് എന്ത് നൈവേദ്യം വേണമെന്ന് ജോഗ് ബാബയോട് തിരക്കി. അവിടുന്ന് അരുളി, ഒരു പാത്രം നിറയെ ഗോതമ്പ് പായസം ഉണ്ടാക്കൂ. പൂജയും ആരതിയും പിന്നെയാകാം. താമസിക്കാതെ പ്രസാദം ശരിയായി. ബാബ അരുളി, ഇന്നത്തെ പ്രസാദം ഇതായിരിക്കട്ടെ. പെട്ടെന്ന് കൊടുക്കൂ. തൃപ്തിയാവോളം എല്ലാവരും കഴിക്കും. ലക്ഷ്മിചന്ദിന് ചെറിയൊരു നടുവേദനയുണ്ട്. ഹൃദയവാസിയായ ബാബ അരുളി, നിനക്ക് നല്ല വിശപ്പുണ്ട്, കൂടാതെ നടുവേദനയും. അതിന് മരുന്ന് ആവശ്യമാണ്. ഇപ്പോൾ പ്രസാദം കഴിക്കാനുള്ള സമയമാണ്. തൻ്റെ മനസ്സിലെ ചിന്തകൾ സായീശ്വരി വായിക്കുന്നത് മനസ്സിലാക്കിയപ്പോൾ ലക്ഷ്മിചന്ദ് ആനന്ദവാനായി. ബാബയോടുള്ള പ്രേമം മനം നിറഞ്ഞൊഴുകി.
ബാബ ചാവടിയിലേക്ക് പോയപ്പോൾ ആ ചടങ്ങ് കാണാൻ ലക്ഷ്മിചന്ദും ചെന്നു. ബാബ നിർത്താതെ ചുമയ്ക്കുന്നുണ്ടായിരുന്നു. ആ രംഗം ലക്ഷ്മിചന്ദിന് വിഷമമുണ്ടാക്കി. അദ്ദേഹം കരുതി, എന്തൊരു കഠിനമായ ചുമ, ഇത് ദൃഷ്ടിദോഷം കൊണ്ട് സംഭവിച്ചതാകണം. രാവിലെ മസ്ജിദിൽ ബാബ എത്തിയപ്പോൾ ശ്യാമയും ലക്ഷ്മിചന്ദും ഉണ്ടായിരുന്നു. ബാബ ആരോടെന്നില്ല ചോദിച്ചു, ഇന്നലെ എനിക്ക് കടുത്ത ചുമയുണ്ടായി. ഇനി അതാരുടെയെങ്കിലും ദൃഷ്ടിദോഷ ഫലമായി ഉണ്ടായതാണോ? എന്നെ ആരെങ്കിലും കണ്ണുവെച്ച് കാണും അല്ലേ? അല്ലെങ്കിൽ ചുമ ഇത്രയേറെ ക്ലേശിപ്പിക്കുമോ? ലക്ഷ്മിചന്ദിൻ്റെ അവസ്ഥ ആലോചിച്ചു നോക്കൂ. അദ്ദേഹം തരിച്ചു നിന്നുപോയി. കൈകൂപ്പി ഹൃദയപൂർവ്വം അദ്ദേഹം പ്രാർത്ഥിച്ചു, പ്രഭോ, ഞാൻ ആനന്ദത്തിലാണിപ്പോൾ. എന്നിലെപ്പോഴും കരുണയുണ്ടായിരിക്കണേ. എന്നെ സദാ കാത്തുരക്ഷിക്കണേ. അടിയനെ ഉപേക്ഷിക്കരുതേ. എനിക്കിനി മറ്റൊരു ഈശ്വരനില്ല. എൻ്റെ മനസ്സിൽ അവിടുന്ന് മാത്രമായിരിക്കണം. തൃപ്പാദത്തിൽ സമസ്തവും സമർപ്പിച്ചിട്ട് ഞാൻ മടങ്ങാൻ ആഗ്രഹിക്കുന്നു. പോയി വരാനായി എനിക്ക് അനുമതിയേകിയാലും സദാ അവിടുത്തെ തിരുനാമം ജപിക്കാനും അനുഗ്രഹിക്കണേ. അങ്ങനെ ബാബയുടെ കൃപാവർഷവും ഉദിയും സ്വീകരിച്ച് നിറഞ്ഞ മനസ്സോടെ അദ്ദേഹം യാത്രയായി. അന്നു മുതൽ ഷിർദിയിലേക്ക് പോകുന്ന ആരെ കണ്ടാലും അദ്ദേഹം ദക്ഷിണയും മാലയും കർപ്പൂരവും കൊടുത്തുവിടുമായിരുന്നു. ജയ് സായിരാം.